നമസ്കാരം. ആത്മഭാരതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വാർത്ത ചിലപ്പോൾ ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് കാണിച്ചു തരാറുണ്ട്. ഒരു കുഞ്ഞു ജീവിതം എന്താണെന്ന് പോലും മനസ്സിലാവാത്തൊരു പ്രായമാണത്. അവൻ്റെ ആ കുഞ്ഞു ശരീരത്തിൽ 51 പരിക്കുകൾ. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ കേരളം മുഴുവൻ ഞെട്ടി. പക്ഷെ അതിനെക്കുറിച്ച് പറയാനല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നാം ഒരു സമൂഹമായി എവിടേക്കാണ് പോകുന്നത്? ഒരു കുഞ്ഞിന് പോലും സുരക്ഷിതമായി വളരാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഇത് മനുഷ്യൻ്റെ സാങ്കേതികമായി ട്ടുള്ള വളർച്ചയാണോ അതോ മനുഷ്യൻ്റെ ഉള്ളിലെ കരുണ കുറയുകയാണോ? ഇന്ന് വീടുകൾ ഒരുപക്ഷെ വലുതാകുന്നു, പക്ഷെ കുടുംബങ്ങൾ ചെറുതാവുകയാണ്. സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോഴും മനുഷ്യൻ്റെ സമാധാനം കുറയുകയാണ്. കോപം, സമ്മർദ്ദം, മാനസികമായ പിരിമുറുക്കം ഇവയെല്ലാം തന്നെ മനുഷ്യനെ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലും പലർക്കും അസഹനീയമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ആ ഒരു ദുരവസ്ഥയിലേക്ക് സമൂഹം മാറുകയാണ്. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമാണോ? അല്ല, ഒരിക്കലുമല്ല. ഇത് സമൂഹത്തിൻ്റെ ഉള്ളിലെ ഒരു തകർച്ചയുടെ അടയാളമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്ന എന്താണ്? കോപം, വെറുപ്പ്, പിന്നെ അതേപോലെ തന്നെ പരിഹാസം. മനുഷ്യൻ്റെ മനസ്സ് പതുക്കെ കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരാളുടെ വേദന അനുഭവിക്കാൻ മനുഷ്യന് കഴിയാതെ വരുന്നു. ഒരിക്കൽ കുട്ടികളെ സമൂഹം മുഴുവൻ നെഞ്ചോട് ചേർത്ത് സംരക്ഷിച്ചിരുന്നു. പക്ഷെ ഇന്നോ മനുഷ്യൻ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകരുന്നു. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും തമ്മിലുള്ള സമയം കുറയുകയാണ്. മനുഷ്യൻ പണത്തിനും വിജയത്തിനും പിന്നാലെ ഓടുമ്പോൾ മനുഷ്യത്വം പിന്നിലേക്ക് പായുന്നു. ഇന്നൊരു കുഞ്ഞിൻ്റെ ചിരിയേക്കാൾ നമ്മെ ആകർഷിക്കുന്നത് നമ്മുടെ ഫോണിലെ വീഡിയോസാണ്. ഇതാണ് ഏറ്റവും അപകടകരമായ മാറ്റമെന്ന് പറയുന്നത്. സാങ്കേതിക പുരോഗതിയിൽ തെറ്റില്ല, പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിലെ കരുണയും മറ്റും നഷ്ടപ്പെട്ടാൽ അതൊരു സമൂഹത്തിൻ്റെ തകർച്ചയുടെ തുടക്കമാണ്. ഒരു കുഞ്ഞിനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത നമ്മുടെ ഈ സമൂഹം എത്ര വിദ്യാഭ്യാസമുള്ളതായാലും എത്ര വികസിതമായാലും അതൊരിക്കലും യഥാർത്ഥ പുരോഗതി നേടില്ല. ഇന്ന് പലർക്കും മാനസികമായ സഹായം ആവശ്യമാണ്. പക്ഷേ സമൂഹം ഇപ്പോഴും മാനസിക ആരോഗ്യത്തെ ഗൗരവമായി കാണുന്നില്ല. സമ്മർദ്ദം, കോപം, മാനസിക ക്ഷീണം ഇവയെല്ലാം മനുഷ്യൻ്റെ ഉള്ളിൽ അടക്കി വയ്ക്കുന്നു. പക്ഷെ പിന്നീടത് പുറത്തേക്ക് വരുന്നത് വളരെ വളരെ അപകടകരമായ രൂപങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. കൂടുതൽ മനുഷ്യത്വമാണ്, കൂടുതൽ കരുണയാണ്, കൂടുതൽ കേൾക്കലാണ്, കൂടുതൽ സ്നേഹമാണ്. ഒരു കുഞ്ഞിൻ്റെ സുരക്ഷ ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ സംസ്കാരത്തിൻ്റെ അളവുകോലാണ്. കാരണം ഒരു സമൂഹം തകർന്നു പോകുന്നത്, അവരുടെ തകർച്ച വരുന്നത് മനുഷ്യത്വം തകരുമ്പോഴാണ്. നമസ്കാരം, നന്ദി.